പാമ്പിനെ പലപ്പോഴും പേടി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ജാഗ്രതയും ആശങ്കയും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വെയിൽ കൂടിയതോടുകൂടി തന്നെ പാമ്പുകൾ ധാരാളമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് മലപ്പുറം നിലമ്പൂർ സ്വദേശി വഴിക്കടവ് സ്വദേശിയായ മുജീബ് റഹ്മാനാണ്. ഇദ്ദേഹം ഈ പാമ്പുകളെ എല്ലാം പിടിക്കുകയും അതിൽ നിന്ന് ജനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ഫോറസ്റ്റിനെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മുജീബ് റഹ്മാൻ. അദ്ദേഹം വഴിക്കടവ് സ്വദേശിയാണ്. ശ്രീ മുജീബ് റഹ്മാൻ, സ്വാഗതം. ഓക്കെ, എനിക്കറിയാം അങ്ങ് വർഷങ്ങളോളമായി ഈ ഒരു രംഗത്ത് സജീവമായി നിൽക്കുന്നുണ്ട്. പണം ഒന്നും നോക്കാതെ തന്നെ സേവന മനോഭാവത്തോടു കൂടി തന്നെ പല സ്ഥലങ്ങളിലും ചെല്ലുകയും അവിടെയുള്ള പാമ്പുകളെയെല്ലാം ജാഗ്രതയോടുകൂടി പിടിക്കുകയും അവയെ ഫോറസ്റ്റിൽ കൊണ്ടുപോയി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തു വരുന്ന അങ്ങയുടെ സേവനങ്ങളെല്ലാം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒന്നാണ്. ഈ സമയത്ത് നോക്കൂ, വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെയാണ് മൂർഖൻ പാമ്പ് കടിച്ചത്. മറ്റ് തൃശ്ശൂരിൽ നിന്ന് വന്ന വിവരവും അങ്ങനെ തന്നെയാണ്. കിടന്നുറങ്ങുന്ന സമയത്താണ് ശംഖുവരയന്റെ ഇനത്തിൽപ്പെട്ട ഒരു പാമ്പ് കടിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് കൂടുതലായി ഈ വീടിന് ഉള്ളിലേക്ക് പാമ്പുകളൊക്കെ കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? വീടിന്റെ ഉള്ളിലേക്ക് പാമ്പുകൾക്ക് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ആളുകളെല്ലാം വാതിലും ജനലൊക്കെ തുറന്നു വെക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനൽ തുറന്നു വെക്കുമ്പോൾ അതിലൂടെ പാമ്പുകൾ അകത്തേക്ക് കയറാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പം ആ വീട്ടിലും അതുപോലെ തന്നെയാണ്. ഭിത്തിക്ക് ചാരി ഒരുപാട് ചെടി ചട്ടികൾ, അതുപോലെ ചെടി നമ്മളെ സൺസൈഡിലേക്ക് കയറ്റി വിടുന്ന പ്രവണതയൊക്കെ ഉണ്ട്, കയറൊക്കെ കെട്ടിയിട്ട്. അതിലൂടെയൊക്കെ പാമ്പ് അകത്തേക്ക് വരും. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് വീടിന്റെ ഉള്ളിലേക്ക് പാമ്പ് കയറി വരുന്നത്. ഈ പല്ലിയെ പിടിക്കാനാണ് ഈ കോമൺ കൈറ്റ് എന്ന് പറയുന്ന നമ്മളെ വെള്ളിക്കട്ടൻ, ശംഖുവരൻ എന്ന് പറയുന്ന ഈ പാമ്പൊക്കെ അകത്ത് വരുന്നത്. അതുപോലെ ഈ വോൾഫ് സ്നേക്ക്, അതിനൊക്കെ കഴിക്കുന്ന ഒരു പാമ്പാണ് വെള്ളിക്കട്ടൻ. അപ്പം അത് വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നതിന്റെ കൂടുതലായിട്ടുള്ള കാരണങ്ങൾ ഇത് തന്നെയാണ്. നമ്മൾ ജനലും വാതിലും തുറന്നിടുന്നുണ്ട് രാത്രിയിൽ എന്നുള്ളതാണ്. അതൊന്ന് കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മണ്ണെണ്ണ കുറച്ച് വീടിന്റെ പരിസരങ്ങളിലൊക്കെ ഒന്ന് തെളിച്ചു കൊടുക്കുക. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും തെളിച്ചു കൊടുക്കണം. അത് മാത്രമല്ല, നമ്മളെ ഇപ്പൊ പാമ്പിനെ പിടിക്കാൻ പോകുന്ന ഒട്ടുമിക്ക വീടുകളിലും, അതായത് ഒരു 95 വീടുകളിലും വൃത്തിഹീനമായി കിടക്കുന്നു വീടിന്റെ പരിസരം എന്നുള്ളത്. ഭിത്തിക്ക് ചാരിയാണ് എല്ലാ വേസ്റ്റ് ചപ്പുചവറുകളും നമ്മൾ കൊണ്ടുപോയി കുമിച്ചു വെക്കുന്നത്. കുട്ടി നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ പോലും നമ്മളത് ഉപേക്ഷിക്കുന്നില്ല. പഴയ സാധനങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം കൊണ്ടുവന്ന് വീടിന്റെ ചുവരിന് ചാരിയിടും. അതിലൂടെയാണ് അകത്തേക്ക് പാമ്പുകളൊക്കെ കൂടുതലായിട്ട് കയറി വരാനുള്ള സാധ്യത. ചുവരിന് ചാരിയാണ് കൂടുതലും പാമ്പ് അകത്തേക്ക് വരുന്നത്. അപ്പൊ അത് നമ്മൾ ആളുകൾ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പ്രധാനമായി പറയുന്നത്. കാരണം എവിടെ ഏത് വീട്ടിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പെരിച്ചായി മടകളൊക്കെ ഉണ്ടാവും. അതൊന്നും അവര് അടക്കൂല. അതുപോലെ തന്നെ നമ്മുടെ ഈ വീടിന്റെ തറയുണ്ടാവും. തറയുടെ സൈഡൊന്നും നമ്മൾ പോയിന്റ് ചെയ്യാതെ അങ്ങനെ കിടക്കും. അപ്പൊ ഈ പാമ്പുകൾ ഈ മാളത്തിലൊക്കെ കയറിയിരിക്കും. നമ്മളറിയാതെ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഷൂ ഒന്നും നമ്മൾ നോക്കൂല, നമ്മൾ എടുത്തിടും. അപ്പൊ ഇതിനകത്തൊക്കെ അവര് കയറി കിടക്കും. കാരണം പാമ്പുകൾക്ക് അറിയില്ലല്ലോ, അവർക്ക് നമ്മളെ പോലെയുള്ള വിവരം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെ ആളുകൾ അതിന്റെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊന്ന്, പാമ്പ് കടിയേറ്റാൽ നമ്മൾ എവിടെ കൊണ്ടുപോകണം, ഏത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. പാമ്പ് കടിയേറ്റാൽ നമ്മൾ ഒരുപാട് സമയം വൈകിച്ച് പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി അവസാനം ഹോസ്പിറ്റലിൽ എത്തും. ആ സമയത്ത് പിന്നെ ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റാതെ മരണം സംഭവിക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ അവയർനെസ് ക്ലാസ്സുകൾ സ്കൂൾ തലങ്ങളിൽ, പഞ്ചായത്ത് തലങ്ങളിലൊന്നും നൽകുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങൾക്ക് ഒരു പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്ക്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെ നാടുകളിൽ ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ട്. ഇപ്പോ പഴയതുപോലെയൊന്നുമല്ല. പാമ്പിനേക്കാൾ കൂടുതൽ പാമ്പ് പിടുത്തക്കാരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ പാമ്പിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ വളരെ താഴ്ത്തട്ടിലാണ് എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഈ തൃശ്ശൂരിൽ മരിച്ച കുട്ടിയുടെ വീട് തറ പൊളിച്ചുള്ള പരിശോധനയൊക്കെ ഇപ്പൊ പൂർത്തിയായിട്ടുണ്ട്. നോക്കൂ, അവിടെ നിന്ന് 5 പാമ്പുകളെയാണ് കണ്ടെത്തിയത്. ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? എനിക്ക് തോന്നുന്നു ഈ ശംഖുവരയൻ പോലെയുള്ള പാമ്പ് വന്ന് മുട്ടയിടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണോ? എന്തെങ്കിലും ഈ ആൾതാമസമുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇവ മുട്ടയിടുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? പാമ്പുകൾ ഈ മാളത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പക്ഷേ എപ്പോ പുറത്തിറങ്ങും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പാമ്പ് മാളത്തിൽ കയറി കഴിഞ്ഞാൽ ആ മാളത്തിൽ മുട്ട ഇട്ടിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ ആ പാമ്പ് പോയിട്ടുണ്ടാവാം. ആ മുട്ട അവിടെ പാമ്പില്ലെങ്കിൽ മുട്ട വിരിയും. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങും.
മനസ്സിലായില്ലേ? അപ്പം അത് ഓ അത് ചിലപ്പോൾ ശരി. നമ്മളെ അതായത് വീടിന്റെ ഉള്ളിലേക്ക് അവിടെ ഈ തറ മുട്ടയുണ്ടെങ്കിൽ ആ പോയിന്റ് പാമ്പിന്റെ ചെയ്യാത്തതുകൊണ്ടാണ്. ഒരു പിന്നെ ഇപ്പൊ അവിടെ പൊളിച്ച് പരിശോധിച്ചു എന്ന് പറഞ്ഞു. അതായത് ആ പൊളിച്ചിട്ട് പാമ്പ് അവിടെ അവർക്ക് ഒരു ഉണ്ടെങ്കിലും കാര്യവുമില്ല. അല്ല പൊളിച്ചാൽ ഞാൻ പാമ്പിനെ കിട്ടൂല. ചോദിക്കുന്നത് കാരണം തറന്റെ കേൾക്കാമോ? ഉള്ളിലേക്ക് പാമ്പ് പോയാൽ നമുക്ക് ഒരിക്കലും അത് കിട്ടില്ല. ഓക്കെ ഞാൻ അവർ ചോദിച്ചത് പരിശോധിച്ചിട്ട് അവർക്ക് പാമ്പിനെ കിട്ടിയിട്ടുള്ളത് വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ്. അതെ. തറ പൊളിച്ചാൽ ആ വീട് മൊത്തം പൊളിക്കേണ്ടി വരും. അല്ല ഞാൻ ചോദിച്ചൊരു കാര്യമേ, ഇപ്പൊ പാമ്പ് വന്ന് ഒരു മാളത്തിൽ മുട്ട ഇടുക എന്ന് വിചാരിക്കുക, പിന്നെ അവിടെ പാമ്പിന്റെ ആവശ്യമില്ല, മുട്ട സ്വയം ഇരുന്ന് വിരിയുക, അങ്ങനെയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് അറിയില്ല, പക്ഷേ ഈ മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഈ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും അത് പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയും ചെയ്യുന്നതായിരിക്കാം. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ചെറിയ കുട്ടികളെയാണല്ലോ അവിടുന്ന് കിട്ടിയിട്ടുള്ളത്, വലിയ പാമ്പിനല്ലല്ലോ കിട്ടിയത്. അല്ല ക്രൈറ്റ് ഇന്ത്യയിലെ നമ്പർ 1 വെനമസ് ആയിട്ടുള്ള ഒരു സ്നേക്ക് ആണ് കോമൺ ക്രൈറ്റ് എന്ന് പറയുന്നത്. അത് സൈലന്റ് അറ്റാക്ക് ആണ് വരുന്നത്. അതിന്റെ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേദനയോ വീക്കമോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. 99% അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ ഉറക്കത്തിലേക്കാണ് നമുക്ക് ബൈറ്റ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ആ ഉറക്കത്തിൽ തന്നെ മരണം സംഭവിക്കാം. ചിലപ്പോൾ പറയാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. മറ്റേത് പാമ്പ് കടിച്ചാലും നമുക്കൊരു പക്ഷെ ബൈറ്റ് മാർക്ക് ഉണ്ടാവാം, അതുപോലെ കടച്ചില്, വീക്കം, വേദന, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഈ ബൈറ്റിന്റെ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ബൈറ്റ്, അതിന്റെ പല്ലെന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട് നൈസായിട്ടുള്ള പല്ലാണ്. അപ്പൊ അത് നമുക്ക് ബൈറ്റ് കിട്ടിയാൽ പോലും അതിവിടെ ഒരു അടയാളം പോലും രേഖപ്പെടുത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കണ്ടുവരുന്ന ഏറ്റവും വിഷമുള്ള പാമ്പുകൾ ഏതെല്ലാമാണ്? അതിന് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതും കൂടി ഒന്ന് വിശദമാക്കാമോ? നമ്മുടെ നാട്ടിൽ ഏറ്റവും വെനമസ് ആയിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ നമ്പർ 1 വെനമസ് ആയിട്ടുള്ള ഒരു പാമ്പ് എന്ന് പറയുന്നത് ഈ കോമൺ ക്രൈറ്റ് എന്ന് പറയുന്ന, വെള്ളിക്കെട്ടൻ എന്ന് പറയും, വളവളപ്പൻ എന്ന് പറയും, മൂതിരവള എന്ന് പറയും, കരിയോല എന്ന് പറയും, വെട്ടടിവീരൻ എന്ന് പറയും. ഒക്കെ പറയുന്നത് ഈ ഒരു ഒറ്റ പാമ്പിന് തന്നെയാണ്. കോമൺ ക്രൈറ്റ് എന്ന് പറയുന്ന ഈ പാമ്പാണ്. മറ്റൊന്ന് 2ാം സ്ഥാനത്ത് വരുന്നത് കോബ്രയാണ്, നമ്മളെ മൂർഖൻ, നാജ എന്ന് പറയുന്ന 2ാം സ്ഥാനത്ത് ആ പാമ്പാണ് വരുന്നത്. 3ാം സ്ഥാനത്ത് വരുന്നത് അണലിയാണ്, റെസിൽസ് വൈപ്പർ, നമ്മൾ ചേനത്തണ്ടൻ, തേക്കിലപ്പുള്ളി എന്നൊക്കെ പറയുന്ന അണലിയാണ്. 4ാം സ്ഥാനത്ത് വരുന്നത് നമുക്ക് സോസ്കൽഡ് വൈപ്പർ തന്നെയാണ്, അണലി വർഗത്തിൽ പെടുന്നത് തന്നെ. മനസ്സിലായില്ലേ? ഈ 4 പാമ്പുകളാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ജീവൻ അപഹരിക്കാൻ കഴിവുള്ള പാമ്പുകൾ. പിന്നെ കിങ് കോബ്രയാണുള്ളത്, അതൊരു ഫോറസ്റ്റ് ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനെ ഉൾപ്പെടുത്തേണ്ടതില്ല. ഈ 4 പാമ്പുകളെയാണ് നമ്മളിപ്പോ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടത്. മറ്റു പാമ്പുകളൊന്നും ഒരു പക്ഷേ നമുക്ക് ബൈറ്റ് കിട്ടിയാൽ ഒന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട പോലും ആവശ്യമില്ലാത്ത പാമ്പുകളാണല്ലോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ബൈറ്റ് കിട്ടി എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാകുന്നു. അത് പാമ്പാണോ എന്ന് ഉറപ്പിക്കില്ല. ചില സമയത്ത് കാടിൻ പ്രദേശങ്ങളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആയിരിക്കാം ചിലപ്പോൾ മുള്ളു കൊണ്ടതാണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോയേക്കാം. പക്ഷേ ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇതൊരു വിഷമുള്ള ഒരു പാമ്പ് അല്ലെങ്കിൽ ഉരകവർഗത്തിൽപ്പെട്ടതാണ് നമ്മളെ കടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സിംറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? സിംറ്റംസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഈ ക്രൈറ്റ് അല്ലാത്ത പാമ്പുകളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ശരീരത്തിൽ അതിന്റെ വേദനയും വീക്കമൊക്കെ അനുഭവപ്പെടാം. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ച് പാമ്പാണോ ചേരയാണോ എന്നൊന്നും നോക്കേണ്ടതില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകുക, ആന്റി സ്നേക്ക് വെനമുള്ള ഒരു ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളതാണ്. കാരണം ഏതൊരു ആൾക്കും ഒരു പ്രാഥമികമായിട്ട് നൽകുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ പാമ്പ് കടിയേറ്റാൽ ഇല്ല എന്നുള്ളതാണ്. പാമ്പ് കടിക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് ആന്റി സ്നേക്ക് വെനമുള്ള ഹോസ്പിറ്റലിൽ മാത്രമാണ് നമ്മൾ പോവേണ്ടത്. മറ്റെവിടെയും പോയി നമ്മുടെ സമയം ചെലവഴിക്കരുത്. ഇപ്പൊ നമ്മളൊരാൾ തളർന്നു വീണാൽ ഉടനെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റൽ എവിടെയാണോ അവിടെ കൊണ്ടുപോയി പ്രാഥമികമായിട്ടുള്ള ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവിടുന്ന് ചെയ്ത് അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അടുത്ത നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. പക്ഷെ പാമ്പ് കടിയിൽ നമ്മൾ അങ്ങനെയൊന്നും പോവേണ്ടതില്ല. ഉടനെ നമുക്ക് അടുത്ത് എവിടെയാണോ ആന്റി സ്നേക്ക് വെനം ആ ഹോസ്പിറ്റലിലേക്ക് മാത്രം നമ്മൾ പോയാൽ മതി എന്നുള്ളതാണ് പാമ്പ് കടിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് മാത്രമല്ല, നമുക്ക് ഇതുപോലെ ഒരു ചെറിയതായിട്ട് മുള്ളുകൊണ്ടോ എന്നൊക്കെ പോറലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സംശയിച്ച് നിൽക്കാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, അതല്ലെങ്കിൽ അത് മുള്ളായിരിക്കും, അല്ലെങ്കിൽ പാമ്പല്ല എന്നും. നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് കുറച്ച് സമയമേ ചെലവാകും. നേരെ മറിച്ച് നമ്മളെ ജീവൻ നഷ്ടമാകില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? തീർച്ചയായും. ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ നാടൻ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒറ്റമൂലി ചികിത്സയിലേക്കൊക്കെ ആളുകൾ പോകുന്നുണ്ട്, ചില നാട്ടു വൈദ്യന്മാരുടെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ്? കാരണം പലപ്പോഴും ആളുകൾ പറഞ്ഞുള്ള ഒരു അറിവാണ് ഇന്ന സ്ഥലത്ത് പോയാൽ മതി, മറ്റുള്ള ആശുപത്രിയിൽ പോയതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അത് എത്രത്തോളം ഈ കാലഘട്ടത്തിൽ പ്രായോഗികമാണ്? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെയാണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു മൂർഖനാണ് കടിച്ചതെങ്കിൽ അത് ന്യൂറോടോക്സിക് വനമാണ്. അത് നമുക്ക് ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജന്റെ ആവശ്യമുണ്ട്. നമ്മളെ ശ്വാസകോശത്തെയാണ് അത് ബാധിക്കുന്നത്. നമ്മളിവിടെ പോയിട്ട് വൈദ്യന്റെ അടുത്ത് പോയിട്ട് പ്രത്യേകിച്ച് അവർക്ക് അതിനൊന്നും ചെയ്യാനില്ല. നമ്മളെ അണലിയാണ് കടിച്ചതെങ്കിൽ ഹിമോടോക്സിക് വനമാണ്, നമ്മളെ കിഡ്നിയാണ് ബാധിക്കുന്നത്. അപ്പൊ ഇതിനൊന്നും അവർക്കൊന്നും ചെയ്യാനില്ല. നമ്മളിപ്പോ കൂടുതൽ ആളുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി, നമ്മളെ എടക്കരയിൽ പോലും ഇപ്പൊ അടുത്തൊരു കുട്ടി മരണപ്പെട്ടു, ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി
ഈടെ മരണപ്പെട്ടു. അവരവിടെയൊക്കെ പോയി സമയം ചെലവഴിച്ച് അവസാന ഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ സ്ഥലങ്ങളിലേക്കൊന്നും പോകാതെ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകാനാണ് ശ്രമിക്കേണ്ടത്. മറ്റു സ്ഥലങ്ങളിലൊന്നും വൈദ്യന്റെ അടുത്തൊന്നും പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പാമ്പ് കടിയേറ്റാൽ പിന്നെ വെനമസ് അല്ലാത്ത പാമ്പുകൾ കടിച്ചിട്ടാണ് നമ്മൾ അവിടെ പോകുന്നതെങ്കിൽ ഒരു പക്ഷെ അവര് പല പൊടിക്കൈകളൊക്കെ ചെയ്ത് കുറച്ച് സമയമൊക്കെ വെച്ച് ചിലപ്പം കുറവാകും എന്നൊക്കെ പറഞ്ഞ് അവർ തിരിച്ചയക്കുന്ന ഒരു പ്രവണതയാണുള്ളത്. നേരെ മറിച്ച് നമുക്ക് അണലിയോ മുറുക്കനൊക്കെയാണ് കടിച്ചതെങ്കിൽ നമുക്ക് ആന്റി സ്നേക്ക് വനത്തിന്റെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ അതൊന്നും അവിടുന്ന് നമുക്ക് തരാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഓക്സിജൻ തരാൻ പറ്റില്ല. അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊന്നും ഈ വൈദ്യന്റെ അടുത്ത് ഇല്ലല്ലോ. അതുകൊണ്ട് അവിടെയൊന്നും പോകാതെ ഹോസ്പിറ്റലിൽ തന്നെ പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന്. ഓക്കെ, മറ്റു കാര്യം ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചികിത്സ ഒന്നും ചെയ്യാൻ പോകണ്ട എന്ന് പറഞ്ഞു. ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ പാമ്പുകളെ എനിക്ക് അങ്ങനെ പാമ്പുകളുടെ പേരറിയില്ല, അങ്ങ് പറഞ്ഞതുപോലെയുള്ള പാമ്പുകളുടെ പേരൊന്നും എനിക്ക് അറിയില്ല. സാധാരണ ശംഖുവരയൻ, മോതിരവളയൻ, മൂർഖൻ പാമ്പ് അങ്ങനെയുള്ള പാമ്പുകളുടെ പേര് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇത് എത്ര സമയത്തിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കണം? അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ക് അങ്ങേക്ക് പറയാമോ? ഇന്ന പാമ്പ് കടിച്ച ഇത്ര സമയത്തിനുള്ളിൽ അങ്ങനെ? അതിന് പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പ് ബൈറ്റ് എന്ന് പറയുന്നത് ശരീരത്തിൽ ഒരു മനുഷ്യന്റെ എവിടെയാണ് ബൈറ്റ് കിട്ടിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിലെ വെയിനുകളായിട്ടുള്ള നമ്മളെ ഞരമ്പുകളിൽ എവിടെയാണ് കിട്ടിയത്, അതും പാമ്പ് കടിച്ചപ്പോൾ നന്നായിട്ട് പിന്നെ ബൈറ്റ് ചെയ്തിട്ടുണ്ടോ, വെനം എത്രമാത്രം നമ്മുടെ ശരീരത്തിലേക്ക് ഇൻജക്ട് ചെയ്തിട്ടുണ്ട്, അതുമാത്രമല്ല ആ ബൈറ്റ് കിട്ടിയ വ്യക്തി എത്രമാത്രം ബ്ലഡ് പ്രഷർ ഉള്ള വ്യക്തിയാണ്, അദ്ദേഹം നടന്നിട്ടുണ്ടോ, ഓടിയിട്ടുണ്ടോ, അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ അനുസരിച്ചാണ് ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് കൃത്യമായിട്ട് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ്. അത് വേണം. ഇപ്പൊ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് റോഡ് ബ്ലോക്കുകളൊക്കെയാണ്. ഒരു ആംബുലൻസ് കിട്ടാത്ത സാഹചര്യം ഒന്നും ഇപ്പൊ എവിടെയില്ല. പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുക, ആംബുലൻസിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക. കാരണം കുറച്ച് സമയം അല്ലെങ്കിൽ നമ്മളൊരു ആംബുലൻസിന്റെ പൈസയെ നമുക്ക് പോകും. ഇനി വെനമസ് അല്ലാത്തൊരു സ്നേക്കാണ് നമുക്ക് ബൈറ്റ് കിട്ടിയതെങ്കിൽ പോലും കുറച്ച് സമയം, ഒരു 24 മണിക്കൂർ ഒബ്സർവേഷൻ വേണ്ടി വരും ഹോസ്പിറ്റലിൽ എത്തിയാൽ. അത് കഴിഞ്ഞാൽ അവർ പോകാൻ പറയും. നമ്മുടെ ജീവൻ നഷ്ടമാകില്ല എന്നുള്ളതാണ്. നമ്മൾ കൂടുതലും ഇതിനെ നെവറാക്കി കാണുന്നു, നെവർ മൈൻഡിൽ ആളുകൾ അതിനെ കെയർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ജീവൻ നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഈ നാട്ടിൽ നിന്നൊക്കെ കേട്ട ഒരു കാര്യമാണ് അങ്ങോട്ട് ചോദിക്കാൻ, ഇങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ചോദിക്കാനെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അതായത് ഈ കാൽപ്പെരുമാറ്റം ഉള്ള സ്ഥലങ്ങളിലാണ്, ആളുകൾ നടക്കുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായും പാമ്പുകൾ മുട്ടയിടുക എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? അതിൽ ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറയുള്ള കാര്യമാണോ? ഇല്ല, പാമ്പുകൾ അങ്ങനെ ആളുകൾ നടക്കുന്ന സ്ഥലമാണോ ആളുകൾ നടക്കാത്ത സ്ഥലമാണോ എന്നൊന്നും അവർ സെൻസ് ചെയ്യുന്നില്ല. അവർക്ക് പിന്നെ കയറി കിടക്കാൻ പറ്റുന്ന നല്ല വ്യക്തമായിട്ട് വിശാലമായിട്ട് അവർക്ക് മുട്ടയിടാനൊക്കെ പറ്റുന്ന മാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ അതിനകത്ത് കയറും. അവർക്ക് മുട്ടയിടുന്ന സമയമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവർ മുട്ടയിടും. ചില പാമ്പുകൾ മുട്ടയിൽ തന്നെ കിടക്കും. ചില പാമ്പുകൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതൊന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നടന്നു പോകുന്ന സ്ഥലത്തെ മുട്ടയിടും അങ്ങനെ ഒരു നിബന്ധനയൊന്നും ഇതുവരെ അതിന്റെ പാമ്പിന്റെ ഓഫിയോളജിയിൽ ഇതുവരെ പഠിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, മറ്റൊരു കാര്യം കൂടി, അതായത് ഇപ്പോ ഞാൻ ഇത് കേട്ടറിവുകളാണ് അങ്ങയോട് ഞാൻ ചോദിക്കുന്നത്. അതായത് ഒരു പാമ്പിനെ നമ്മൾ ചവിട്ടുകയോ എന്തെങ്കിലും ചെയ്താൽ അതിന് വേദനിച്ചാൽ മാത്രമേ അത് തിരിച്ച് ആക്രമിക്കുള്ളൂ എന്ന് പറയുന്നത് എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? അതായത് ഒരു പാമ്പ് ഒരു റോഡ് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ സൈഡിലൂടെ പോവുകയാണെങ്കിൽ പാമ്പ് ആക്രമിക്കുകയൊന്നുമില്ല. പക്ഷെ അതിനെ വേദനിപ്പിക്കുകയാണ് എന്ന് തോന്നിയാൽ മാത്രമേ അത് ആക്രമിക്കുള്ളൂ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുള്ള കാര്യമാണോ? അത് അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണലി, റസൽ സ്വൈപ്പർ എന്ന് പറയുന്ന അണലി ഒരു പക്ഷെ അതിന്റെ മുമ്പിലൂടെ നമ്മൾ ഒരു ചലനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ബൈറ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ. അതുപോലെ അണലി വർഗത്തിൽപ്പെടുന്ന ചുരുട്ട പാമ്പുകൾ, കമ്പിനോസഡ് വിറ്റ് വൈപ്പർ പോലെയുള്ള പല അതിൽ പെടുന്ന ഒരുപാട് ഐറ്റം പാമ്പുകൾ നമ്മളെ ഏരിയകളിലുണ്ട്. അപ്പൊ ആ പാമ്പിന്റെ ഒക്കെ അടുത്തൂടെ പോവുകയാണെങ്കിൽ ഒരു പക്ഷെ ബൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനെ ഉപദ്രവിക്കണമെന്നോ ചവിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. മറ്റു പാമ്പുകളൊക്കെ ഒരു പക്ഷേ നമ്മുടെ കാലിലൂടെ കയറി പോയാലും മൂർഖനോ രാജവെമ്പാലയോ ഒക്കെ ആണെങ്കിലും ഇപ്പൊ ഈ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന കൈറ്റ് ആണെങ്കിലും ഒന്നും ചിലപ്പോൾ നമ്മളെ കടിച്ചു കൊള്ളണമെന്നില്ല. അതുകളുടെ ശരീരത്തിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പാമ്പുകൾ അങ്ങനെയാണ്, അവരുടെ ശരീരത്തിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബൈറ്റ് ചെയ്യും. അത് സ്വാഭാവികതയാണ്, അവരുടെ ജന്മനാസിദ്ധി അങ്ങനെയാണ്. അതുകൊണ്ട് പാമ്പിനെ തട്ടിയാൽ പിടിച്ചാൽ ആരാണെങ്കിലും, ഇപ്പൊ ഞാൻ പാമ്പ് പിടുത്തക്കാരനായതുകൊണ്ട് ഞാൻ പാമ്പിനെ പിടിച്ചാൽ എന്നെ പാമ്പ് കടിക്കാതിരിക്കില്ല, പിടിച്ചാൽ കടിക്കും. അത് അവരുടെ സ്വാഭാവികതയാണ്. ഓക്കെ, ഇപ്പൊ ദാണ്ടെ 8 വയസ്സുകാരനായ ദിഷൻ മരിച്ചിരുന്നത് ഉറക്കത്തിൽ മൂർഖൻ പാമ്പ് കടിച്ചിട്ടാണ്. 6 അടിയോളം നീളമുണ്ടായിരുന്ന മൂർഖൻ പാമ്പിനെ എന്നാണ് പറയുന്നത്. നാട്ടുകാരെല്ലാം തല്ലിക്കൊല്ലുകയുണ്ടായത്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചിനെ, ഈ കുഞ്ഞിനെ എങ്ങനെയായിരിക്കാം ഇത് കടിച്ചത്? കാരണം അങ്ങ് പറയുകയുണ്ടായി കാലിലൂടെ ഇഴഞ്ഞു പോയാൽ പോലും മൂർഖൻ കടിക്കില്ല എന്നുള്ളത്. പിന്നെ എന്ത് സാഹചര്യമായിരിക്കണം ഉണ്ടായത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ?
തീർച്ചയായിട്ടും എത്താൻ കഴിയും. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ പാമ്പ് നമ്മളെ പള്ളന്റെ മുകളിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ഈ കൈ ഇതിന്റെ മുകളിലേക്ക് വന്ന് വീണാൽ മതി. നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ലല്ലോ. പാമ്പിന്റെ ശരീരത്തിൽ ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്ത സമയത്ത് അത് ബൈറ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയായിരിക്കാം. നമുക്ക് ഉറക്കത്തിൽ ഒരാളെ എങ്ങനെയാണ് ബൈറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ശരീരം, കൈ ചിലപ്പോൾ അതിന്റെ ദേഹത്ത് ടച്ച് ചെയ്തോ അല്ലെങ്കിൽ കാലിൽ ചരിച്ചോ, ആ സമയത്ത് കാലിന്റെ അടുത്തായിരുന്നോ പാമ്പുണ്ടായിരുന്നത് എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെയാകാൻ സാധ്യതയില്ലേ? തീർച്ചയായും അങ്ങനെയും ഒരു സാധ്യതകൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏൽക്കാതിരിക്കാൻ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്നുകൂടി പറയാം. അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു മാസത്തിൽ ഒരിക്കലെങ്കിലും മണ്ണെണ്ണ തെളിക്കണം എന്നുള്ളത്, വീട് വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടായി. മറ്റ് എന്തെല്ലാം കാര്യങ്ങളിൽ കൂടെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ളതാണ് അങ്ങേക്ക് തോന്നുന്നത്? പ്രധാനമായിട്ടും അത് തന്നെയാണ്. വീടും പരിസരവും വൃത്തിയായി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ 95% വീടുകളിലും അതില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ഈ മറ്റെല്ലാ ജീവജാലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ പാമ്പുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. നമ്മളിപ്പോ ആനയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, തിമിംഗലത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു പക്ഷെ നമ്മൾ വീട്ടിന്റെ അകത്തേക്ക് കയറി വന്നുകൊള്ളണമെന്നില്ല. പക്ഷെ നമ്മളെ വീട്ടിലേക്ക് ദൈനംദിനം നടന്ന് കയറിക്കൊണ്ടിരിക്കുന്ന ഉരകവർഗ്ഗങ്ങളെ കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. നമ്മൾ അതിനെയൊക്കെ വളരെ പുച്ഛത്തോടുകൂടി കാണുന്നു. ഇതുപോലെയുള്ള അപകടങ്ങൾ വരുമ്പോൾ നമ്മളൊരു ചർച്ച ചെയ്യും, ആ ചർച്ചയോടുകൂടി അത് അവസാനിക്കും എന്നുള്ളതാണ്. വീട്ടിലേക്ക് പാമ്പ് കയറാതിരിക്കാൻ വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. അതോടൊപ്പം മണ്ണെണ്ണ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ജനലും വാതിലും കൃത്യമായിട്ട് നമ്മൾ അടച്ചിടുക. അത്ര ചൂടാണെങ്കിലും അത് തുറന്നിടരുത്. തുറന്നിടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലി അല്ലെങ്കിൽ പല്ലി ഇങ്ങനെയുള്ള ചെറു ജീവികളൊക്കെ അകത്തേക്ക് വരുമ്പോൾ അതിനെ പിടിക്കാനായിട്ടാണ് ഈ പാമ്പുകളും അകത്തേക്ക് കയറി വരുന്നത്, മനുഷ്യനെ ഉപദ്രവിക്കാനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അറിയാതെ അതിനെ ചവിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കടിക്കും. നമ്മളെ പോലെയുള്ള അറിവൊന്നും പാമ്പുകൾക്കില്ലല്ലോ. നമ്മളറിയാതെ ചവിട്ടുന്നതാണ്, പക്ഷെ അത് കടിച്ചു പോകും. കാരണം നമുക്കത് നമ്മളറിയാതെ ചവിട്ടിയതാണ്, അതുകൊണ്ട് ഇയാളെ കടിക്കണ്ട എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവൊന്നും പാമ്പുകൾക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ വീട്ടിന്റെ ഉള്ളിലേക്ക് പാമ്പ് വരാതിരിക്കാൻ പരിസരം വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം എന്നുള്ളത്. അതില്ല 95% വീടുകളിലും. ഞാൻ 25 വർഷത്തിന് മേലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. എനിക്കറിയാം, പോകുന്ന വീടുകളിലൊക്കെ വൃത്തിഹീനമായി കിടക്കുന്ന സാഹചര്യം കൊണ്ടാണ് പാമ്പുകൾ കൂടുതലും അവിടെ മാളങ്ങളിൽ തങ്ങാനുള്ള കാരണം എന്നുള്ളത്. അവർക്ക് അവിടെ തങ്ങാനുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ വീട്ടിന്റെ ഉള്ളിലേക്ക് പാമ്പുകൾ കയറുന്നത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ നമുക്ക് ഒരു പാമ്പുകടി ഏറ്റുകഴിഞ്ഞ ഒരു ആന്റിവെനം ഉള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായി അങ്ങ് സൂചിപ്പിച്ചത്. അപ്പോൾ ആന്റിവെനം ഉള്ള ആശുപത്രികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എല്ലാ ആശുപത്രികളിലും ആന്റിവെനം വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരു ആശുപത്രിയിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരും. നഗരങ്ങളിലാണെങ്കിൽ അതുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എവിടെയാണ് ഈ ആന്റിവെനം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുന്നത് എവിടെയാണ്? എങ്ങനെയാണ് അതൊരു ഉറപ്പുവരുത്താൻ കഴിയുക? നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിട്ടുള്ള ജില്ലാ ഹോസ്പിറ്റലുകളിൽ, താലൂക്ക് ഹോസ്പിറ്റലുകളിൽ എല്ലാം ഇപ്പോൾ ആന്റി സ്നേക്ക് വനമുണ്ട്. അത് മാത്രമല്ല, നമ്മളൊരു ആംബുലൻസ് ആണ് വിളിക്കുന്നതെങ്കിൽ ആ ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞാൽ പാമ്പ് കടിച്ചതാണ് ആന്റി സ്നേക്ക് വന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവരവിടെ എത്തിക്കും. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ആംബുലൻസ് ഒക്കെ വിളിക്കാൻ മടിക്കുകയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഈ ആംബുലൻസിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും ആംബുലൻസിനെ ഉപയോഗപ്പെടുത്തണം. മനസ്സിലായോ? നമ്മളൊരു അത്യാഹിതം സംഭവിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ മാത്രമല്ല, ഇതുപോലെയുള്ള ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ മറ്റുള്ള വാഹനങ്ങളൊക്കെ വിളിച്ച് പോകുമ്പോൾ ഒരു പക്ഷേ റോഡിൽ നിന്നും വാഹനങ്ങൾ മാറ്റിത്തരില്ല. നമ്മൾ സമയം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ, സ്നേക്ക് ബൈറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പൊ നമ്മളത് ആംബുലൻസിലാണ് പോകുന്നത് വെച്ചെങ്കിൽ ഒരു അത്യാഹിതമായിട്ട് ഒരു ആംബുലൻസ് വരുമ്പോൾ എല്ലാവരും വാഹനങ്ങൾ മാറ്റിത്തരും. എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും സാധിക്കും. അപ്പൊ അതിനുകൂടി നമ്മളൊന്ന് ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മളുടെ വാഹനത്തിലായിരിക്കും, അല്ലെങ്കിൽ സാധാ ഒരു ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ബൈക്കിലോ, ഇതിലൊന്നും ഒരു 90% നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിലും അതുപോലെ ബൈക്കിലൊന്നും ആളുകളെ കൊണ്ടുപോകരുത്. അവരുടെ ശരീരത്തിന്റെ ഇളക്കം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പം ശരീരം കൂടുതലും ഇളകാതെ തന്നെയാണ്, വൈബ്രേഷൻ ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് എന്നുള്ളത്. അതിനുകൂടി നമ്മളൊന്ന് ശ്രമിക്കണം. ഓക്കെ, അതുപോലെ ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? അതായത് പല രീതി അപകടം, പലതരത്തിലുള്ള ഫസ്റ്റ് എയ്ഡുകളാണ് കൊടുക്കുന്നത്. ഈ പലപ്പോഴും പറയാറുണ്ട്, എവിടെയാണോ ബൈറ്റ് കിട്ടിയത് അതിന്റെ മുകളിൽ വെച്ച് നന്നായിട്ട് മുറുക്കെ കെട്ടണം എന്നൊക്കെ രീതിയിലുള്ള പറയുന്നുണ്ട്. ഈ പാമ്പ് കടി ഏറ്റാൽ പെട്ടെന്ന് നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ബൈറ്റ് ഏൽക്കുന്നു, എന്തെല്ലാം ഫസ്റ്റ് എയ്ഡുകളാണ് പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത്? അതായത് ഗോൾഡൻ അവേഴ്സിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്?
പ്രധാനമായിട്ട് നമ്മൾ പാമ്പ് കടി ഏറ്റ ഒരാളെ നമ്മൾ ഭയപ്പെടുത്താതിരിക്കുക. നമ്മളിപ്പോ ചേരയാണ് ചിലപ്പോൾ കടിച്ചതെങ്കിൽ ഓടി വന്നിട്ട് മൂർഖനാണല്ലോ കടിച്ചത് ദൈവമേ എന്ന് പറഞ്ഞാൽ തന്നെ അയാൾക്ക് ഒരു പക്ഷേ സൈലന്റ് അറ്റാക്ക് ഒന്നും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചേര കടിച്ചാലും ചിലപ്പോൾ നമ്മൾ ICUയിൽ പോകേണ്ട കാര്യം വരും. അത് ആ മനുഷ്യന്റെ മാനസികാവസ്ഥയാണ്, അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഭയമാണ്. അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് കെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ കെട്ടുകയാണെങ്കിൽ തന്നെ ഒട്ടുമിക്ക ആളുകളും കയറോ ഒക്കെ എടുത്തിട്ട് മുറുക്കി വരിഞ്ഞ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ അവിടുന്ന് മുറിച്ച് കളയേണ്ട സംഭവം വരും. കെട്ടാതിരിക്കുക. ഇനിയിപ്പോ കെട്ടുകയാണെങ്കിൽ തന്നെ തുണിയൊക്കെ ഒന്ന് വീതിയിൽ ഒരു 4 വിരൽ വീതിയിലൊക്കെ നമ്മളൊന്ന് കുറഞ്ഞ രീതിയിൽ വലിയ ടൈറ്റ് ആക്കാത്ത രീതിയിലൊന്ന് കെട്ടാം. കാരണം കെട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ബൈറ്റ് കിട്ടിയ ആൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ പ്രധാനമായും എത്രയും പെട്ടെന്ന് സമയം ചെലവഴിക്കാതെ, അയാളെ ഭയപ്പെടുത്താതെ, അയാളെ നടത്താതെ, ഓടാതെ, ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളാണെങ്കിൽ തന്നെ നമ്മളത് മൂർഖനാണ് കടിച്ചതെങ്കിൽ ഓടി വന്നിട്ട് ഇതാണോ കടിച്ചത്, കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഇത് ചേരയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷെ അവരെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുക. അതിലൊക്കെ ഉപരി എത്രയും പെട്ടെന്ന് ബൈറ്റ് കിട്ടിയ സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിൽ എത്താൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം. സമയമാണ് സ്നേക്ക് ബൈറ്റിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വെനം ഇഞ്ചക്ട് ആയിട്ടുണ്ടോ എന്നുള്ളതിനൊക്കെ അനുസരിച്ചാണ് അവിടുന്ന് നമുക്ക് ആന്റി സ്നേക്ക് വെനം നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാമ്പിനെ തിരയാൻ വേണ്ട, പാമ്പിനെ കൊല്ലാൻ നിൽക്കേണ്ട, പാമ്പിനെ എടുത്തു കൊണ്ടുപോകാനോ പാമ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. ഏത് പാമ്പ് കടിച്ചാലും നമുക്ക് ആന്റി സ്നേക്ക് വെനവും ഹോസ്പിറ്റലിൽ ഒന്നേ ഉള്ളൂ. ഏത് പാമ്പ് കടിച്ചാലും പാമ്പുകൾക്ക് വ്യത്യസ്തമായിട്ട് ഇന്ത്യ രാജ്യത്ത് വെനം വ്യത്യസ്തമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ മറ്റു പല രാജ്യങ്ങളിലുമുണ്ട്, പക്ഷെ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ മൂർഖം കടിച്ചാലും അണലി കടിച്ചാലും ഒറ്റ ആന്റി സ്നേക്ക് വനമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പാമ്പിനെ തിരയേണ്ട കാര്യവുമില്ല. ഓക്കെ, അതായത് ഏത് പാമ്പ് കടിച്ചു കഴിഞ്ഞാലും ഒറ്റ വെനം തന്നെ, ആന്റി സ്നേക്ക് വെനം തന്നെയാണ് കൊടുക്കുക അല്ലേ? ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യ രാജ്യത്ത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ദിഷന്റെ കാര്യത്തിൽ ഉണ്ടായ ഒരു കാര്യം, ദിഷന്റെ അച്ഛൻ പറയുകയുണ്ടായി, ഈ കൊച്ചി എനിക്ക് തല ചുറ്റുന്നുണ്ട് എന്ന് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഡോക്ടർ ആന്റി സ്നേക്ക് വനം നൽകാൻ തയ്യാറായില്ല എന്നൊരു പരാതി, ആരോപണമൊക്കെ ഉണ്ടായി. അതായത് ഈ സ്നേക്കാണ് ബൈറ്റ് ചെയ്യുന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം സാധൂകരിക്കാൻ കഴിയും? അതിൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാമ്പ് സ്നേക്ക് ബൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ബ്ലഡിൽ കലരണ്ടേ? ബ്ലഡിൽ എന്തായാലും പാമ്പിന്റെ വെനം ഉണ്ടാവും. അത് ഉണ്ടായത് കൊണ്ടാണ് ആ കുട്ടിക്ക് തലകറക്കം വന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്തൊന്നും ഇല്ല എന്ന് പറയുന്നതിൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്നേക്ക് ബൈറ്റ് ആയിട്ടാണ് കുട്ടി മരിച്ചു എന്നാണ് പറയുന്നത്. അവർ പാമ്പിനെ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ച സ്നേക്ക് ബൈറ്റ് ആണ് എങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100%, 100% നമുക്കതിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ കൃത്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ലല്ലോ, അവർ പറയുന്നതല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ കുറെ സമയം എടുത്തു, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ദൂരീകരിക്കാൻ കഴിഞ്ഞു. അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. പരിസര ശുചിത്വം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, കായംകുളത്ത് 40 വയസ്സുകാരിയായ യുവതി മരിച്ചത് തന്നെ ഒരു പൊന്തക്കാടുകളൊക്കെ ഉള്ള സ്ഥലത്ത് സ്കൂട്ടി പാർക്ക് ചെയ്യും അത് വന്ന് എടുക്കാൻ ശ്രമിക്കുമ്പോഴുമായിരുന്നു ബൈറ്റ് ഏറ്റത്. അപ്പോൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും ജനലിലൂടെ കടക്കാൻ പോകുന്ന അലങ്കാര ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത്. അതുപോലെ തന്നെ സ്നേക്കിന്റെ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന്, അതായത് ഗോൾഡൻ അവേഴ്സിൽ തന്നെ ആന്റി സ്നേക്ക് വനമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഓട്ടോയും ബൈക്കും ഒന്നും എടുത്ത് പോകാതെ ആംബുലൻസ് വിളിച്ച് തന്നെ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്യുത്തമമായിരിക്കും എന്നും ഇദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ നമ്മളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ശ്രീ മുജീബ് റഹ്മാനാണ്. മലപ്പുറം വഴിക്കടവ് സ്വദേശിയാണ് ഇദ്ദേഹം. 25 വർഷത്തോളമായി ഈ പാമ്പ് പിടുത്തത്തിലും അതുപോലെ അവയർനെസ് ക്ലാസ്സുകളൊക്കെ നടത്തുന്ന വ്യക്തിയാണ്. എന്തായാലും വളരെയേറെ സന്തോഷം, വളരെയേറെ നന്ദി ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു.